ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൗണ്ട് ഓഡിയോസ്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പുതിയ ആംപ്ലിഫയറിൻ്റെ വിശേഷമായിട്ടാണ് വന്നേക്കുന്നത്. അതിന് മുമ്പ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിവിടെ നല്ല ചൂടാണ്. നിങ്ങളുടെ അവിടെ ഇങ്ങനെ ചൂട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പിന്നെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ കാര്യങ്ങൾ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഒരു 160 വാട്ട്സ് വെച്ചിട്ട് ഓരോ ചാനലിലും 160 + 160 വാട്ട്സ് മാക്സിമം തരാൻ ശേഷിയുള്ള ഒരു ആംപ്ലിഫയറാണ്. മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ 4 ohmസിൽ 200 വാട്ട്സ് വരെ തരാൻ പറ്റും. നോർമലി 8 ohmസിൻ്റെ സ്പീക്കേഴ്സാണ് നമ്മൾ ഇതിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 160 വാട്ട്സ് നമുക്ക് അതിന് വേണ്ടിയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഹൈ എൻഡ് USB മൊഡ്യൂൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓർഡർ തന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയത്തു നിന്ന് നമ്മുടെ അഭിലാഷ് ബ്രോയാണ്. അഭിലാഷ് ബ്രോയുടെ ആംപ്ലിഫയറാണിത്. അപ്പോൾ പുള്ളി ഓർഡർ തന്നിട്ട് കുറച്ചായി. അപ്പോൾ നമ്മളിപ്പോഴാണ് കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പാറ്റേൺ. ഫുൾ മാറ്റ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഗ്ലോസിയുടെ മിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ മാറ്റ് ഫിനിഷിലാണ് നമ്മളിത് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ലേബലിംഗ് വരുന്നുണ്ട്. സൗണ്ട് ഓഡിയോസിൻ്റെ ലേബലിംഗ് വരുന്നുണ്ട്. അതായത് ഗ്രേ ലെറ്ററിങ്ങിലാണ് നമ്മുടെ ലേബലിംഗ് അതിൽ വന്നിരിക്കുന്നത്. പിന്നെ USB മൊഡ്യൂൾ ഇതിപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ്. ഞാനിപ്പോൾ ഇത് നമുക്ക് NCS പ്ലേ ചെയ്യാനുള്ളൊരു മൊബൈലിൻ്റെ കുറവ് കാരണം ഞാനിങ്ങനെ ജസ്റ്റ് ഒരു USB കുത്തിയിട്ടൊക്കെയാണ്. ഇങ്ങനെ നമ്മളിപ്പോൾ USB കുത്തി വെച്ചേക്കാണ്. അപ്പോൾ ഒരുപാട് നേരം നമുക്ക് വോളിയം വെക്കാൻ പറ്റത്തില്ല. കാരണം അറിയാമായിരിക്കും, മറ്റേ നമ്മുടെ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞ സംഭവം കയറി വരും. അപ്പോൾ രണ്ടാമതായിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോഫോണിൻ്റെ 2 ചാനൽ മൈക്രോഫോണിൻ്റെ ബോർഡ്. DTEC ഓഡിയോസിൻ്റെ 2 ചാനലിൻ്റെ മൈക്രോഫോൺ ബോർഡാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മൈക്ക് 1, 2, 1, 2ൻ്റെ കൺട്രോൾസ്, പിന്നെ വരുന്നത് എക്കോ വരുന്നുണ്ട്, ഡിലേ വരുന്നുണ്ട്, കരാക്കെ വോളിയം വരുന്നുണ്ട്. അത് മ്യൂസിക് വോളിയം എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു മാസ്റ്റർ കൺട്രോളാണ്. അതിൻ്റെ മുകളിലായിട്ട് സ്റ്റീരിയോ ആംപ്ലിഫയർ എന്ന ലേബലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു 3-way ടോൺ കൺട്രോളാണ്. അതിൻ്റെ ബാസ് കൺട്രോൾ വരുന്നത്, മിഡ് കൺട്രോൾ വരുന്നുണ്ട്, ട്രബിൾ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് ഇതിൻ്റെ മോഡൽ നമ്പറാണ് SW162 അല്ലെങ്കിൽ XW160x2. അതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. 160 വാട്ട്സിൻ്റെ ഈ 2 ചാനലിലാണ് നമ്മളത് ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയേക്കണമെന്ന് ജസ്റ്റ് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ ഓവറോൾ ഒരു വ്യൂ വന്നേക്കണത്. ഞാൻ മുന്നിലത്തെ വീഡിയോയിലും പറഞ്ഞു നമ്മുടെ ഹീറ്റ് സ്ലീവ് തീർന്നു പോയി. നമ്മൾ ടൗണിൽ പോയില്ല ഹീറ്റ് സ്ലീവ് എടുക്കാൻ. അതുകൊണ്ട് ഓപ്പണിലാണ് എല്ലാം വയറിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മൈക്രോഫോൺ ബോർഡ് നോക്കാം. മൈക്രോഫോൺ ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ DTEC ഓഡിയോസിൻ്റെ 2 ചാനൽ മൈക്രോഫോൺ ബോർഡാണ്. നമ്മൾ ഇതാണ് എല്ലാത്തിനും മൈക്രോഫോൺ ബോർഡായിട്ട് ഉപയോഗിക്കാറ്. നല്ലൊരു മൈക്രോഫോൺ ബോർഡാണ്, നല്ല റിസൾട്ടുള്ള മൈക്രോഫോൺ ബോർഡാണ്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ DTEC ഓഡിയോസിൻ്റെ 3-way ടോൺ കൺട്രോളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെ നമ്മളിവിടെ ഡയറക്റ്റ് മൗണ്ട് ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചേക്കാണ്. കാരണം ഈ അവിടെ വെച്ചിട്ട് പിന്നെ അത്രയും കൂടി വയറും കൊണ്ട് റണ്ണിങ് കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തത്. പിന്നെ പവർ സപ്ലൈ VSU നോക്കിക്കഴിഞ്ഞാൽ സൗണ്ട് ഓഡിയോസിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാം. സൗണ്ട് നമ്മുടെ തന്നെ പവർ സപ്ലൈ യൂണിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചെറിയ PCU മതിയായിരുന്നു. അതിൻ്റെ സംഭവം നമ്മുടെ കൈവശം സ്റ്റോക്കില്ല, നമ്മൾ തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ വലിയ മൊഡ്യൂളിൻ്റെ നമ്മൾ ഇതെടുത്ത് വെച്ചേക്കണം. പിന്നെ ട്രാൻസ്ഫോമറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ Type 16 ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. Type 16 3 ഇഞ്ചിലാണ് ട്രാൻസ്ഫോമർ നമ്മൾ എടുത്തിരിക്കുന്നത്. മാക്സിമം 15 ആംപിയർ വരെ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ശേഷി ട്രാൻസ്ഫോമർ ഉണ്ട്. നോർമൽ ഒരു 12 മുതൽ 15 വരെ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. 16 ആംപിയർ വരെ വേണമെങ്കിലും നമുക്ക് ഈ സ്റ്റാക്കിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ വോൾട്ടേജുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വർക്ക് ചെയ്തിരിക്കുന്ന 30030 ആണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് 12012 നമ്മുടെ ഈ മൈക്രോഫോൺ ബോർഡിന് വേണ്ടിയിട്ട് 12012 വന്നിട്ടുണ്ട്. പിന്നെ 12012 എന്തെങ്കിലും സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും 12012 പോയിട്ടുണ്ട്. അത്രയും ടാപ്പിങ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരുപാട് ടാപ്പിങ്സ് കാര്യങ്ങളൊന്നുമില്ല. സ്റ്റീരിയോ ആംപ്ലിഫയർ ആയതുകൊണ്ട് ഒരുപാട് മാടാകൂടി ടാപ്പിംഗ് ഒന്നും വേണ്ടാത്തതുകൊണ്ട് അത്രയും ഇതിൽ നമ്മൾ ഒരുക്കിയേക്കുവാണ്. ഇതിൽ സ്റ്റാക്കിൽ എന്നിട്ടും സ്ഥലമില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഉണ്ടോ? ഗ്യാപ്പ് ഫില്ലാണ്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ, നമ്മുടെ തന്നെ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ സ്റ്റീരിയോയ്ക്കുള്ള റിലേ മാത്രമേ വെച്ചിട്ടുള്ളൂ. 2.1ൻ്റെ മറ്റേ സബിൻ്റെ റിലേ കൊടുത്തിട്ടില്ല. ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ട് 2 റിലേ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ സ്റ്റീരിയോയുടെ PCB അടിച്ചിട്ടില്ല. അതായത് 2.1 നേരത്തെ നമ്മൾ ചെയ്തിരുന്ന സ്റ്റീരിയോ PCB ആണെന്നല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പഴയ വീഡിയോയിൽ. പക്ഷേ അത് നമ്മളിപ്രാവശ്യം അടിച്ചിട്ടില്ല. നമ്മൾ അടിച്ചേക്കണം മൊത്തം 2.1ൻ്റെ. അപ്പോൾ സ്റ്റീരിയോയ്ക്കും 2.1ൻ്റെ PCB അടിച്ച് കൊടുക്കുകയുള്ളൂ. പിന്നെ അടുത്തത് നമ്മുടെ ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ തന്നെ ബോർഡാണ്.
4 ട്രാൻസിസ്റ്ററാണ് ഒരു ചാനലിന് വേണ്ടി വരുന്നത്. അതുപോലെ 8 ട്രാൻസിസ്റ്ററാണ് 2 ചാനലിന് വേണ്ടിയിട്ട്. അതിനൊരു ഹെവി ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഔട്ട്പുട്ടിൽ തുറന്നാലും ഇത് ചൂടാവാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിന് അഡീഷണൽ ഒരു കൂളിംഗ് ഫാൻ കൊടുക്കാത്തത്. കാരണം ഇത് നല്ല രീതിയിൽ വോളിയം വെച്ചിട്ടും ഒരു ചെറിയ ചൂടേ വരുന്നുള്ളൂ. പിന്നെ ആ ചൂട് ഈ ഫാൻ എടുത്ത് പുറത്തേക്ക് കളഞ്ഞോളും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് വേറെ ഇത് ചെയ്യേണ്ടതായിരുന്നു. പിന്നെ ബനാന കണക്ടർ അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്, സാധാരണ MXൻ്റെ സ്പീക്കർ കണക്ടറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കണക്ടറാണ്. പിന്നെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ 6RCA സോക്കറ്റ് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു സബ്വൂഫർ ആംപ്ലിഫയർ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രീ ഔട്ട് പോയിട്ടുണ്ട്. അതുപോലെ ഒരു ലൈൻ ഇൻപുട്ടും ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ രണ്ടും നമ്മൾ സിഗ്നൽ ഇതിലേക്ക് ഇവിടം വരെ കൊണ്ടുവന്ന് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ടോൺ കൺട്രോളിൻ്റെ പ്രീ ഔട്ടിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട്സ് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റേർണലി ഉള്ള സംഭവങ്ങൾ. ഞാൻ ജസ്റ്റ് ഒരു വോളിയം ജസ്റ്റ് ഒന്ന് വെച്ച് കേൾപ്പിച്ച് തരാം. അപ്പോൾ അത് എങ്ങനെയാവും എന്നറിയാൻ പാടില്ല. മറ്റേ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ വീഡിയോ പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത്രേ പ്ലേ ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് കോപ്പിറൈറ്റിനെ പേടിച്ചിട്ടാണ്. വേറെ നല്ല വീഡിയോ പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ ബാക്കിൽ കാണുന്ന പിയർലെസ്സിൻ്റെ 2 ബുക്ക് ഷെൽഫിലാണ് നമ്മളിത് ലോഡ് ചെയ്തിരിക്കുന്നത്. ഒരു ബോക്സ് 60 വാട്ട്സാണ് വരുന്നത്. ഇത് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു ആമ്പും ഒരു 2 ബോക്സിൻ്റെ ഓർഡർ, സബിൻ്റെ ബോക്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്തു. ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ കാരണം അത് ക്യാൻസലായി. അപ്പോൾ അതിന് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അത് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ ബുക്ക് ഷെൽഫാണ് നമ്മൾ ട്രയലിന് ഇവിടെ വെച്ചേക്കാണ്. ട്രയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആംപ്ലിഫയറിൻ്റെ വർക്ക് കഴിഞ്ഞു, അത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ആ ബോക്സും വർക്കൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ബോക്സ് ഞാനിപ്പോൾ ആ വർക്ക് ബെഞ്ചിൽ നിന്ന് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റി. നല്ല ഓഡിയോ സ്റ്റീരിയോ ആകുമ്പോഴത്തേക്കും നല്ല ബോക്സിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്കും നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഫീൽ ചെയ്യണതുകൊണ്ടാണ് നമ്മൾ. അപ്പോൾ ഈ ബുക്ക് ഷെൽഫ് നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഈ ബുക്ക് ഷെൽഫ് പിയർലെസ്സിൻ്റെ ആകുമ്പോഴത്തേക്ക് എക്സ്പെൻസീവ് ആണ്. ഏകദേശം ഒരു 18 രൂപയുടെ 17 രൂപയുടെ ഒക്കെ റേഞ്ചിൽ വരും ഈ ബുക്ക് ഷെൽഫ്. ഇതിൻ്റെ ട്യൂട്ടർ സിൽക്ക് ഡോമിലേക്ക് നിയോഡിയമിയം കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ട്യൂട്ടറിന് 2000 രൂപയോളം വില വരുന്നതാണ്. അപ്പോൾ ആ ട്യൂട്ടർ 2 വരുമ്പോഴത്തേക്കും 4000 രൂപ. പിന്നെ അതിൻ്റെ ഊഫറിനകത്ത് ഏകദേശം ഒരു 3500 രൂപയോളം ആ ഒരു ഊഫറിന് വിലയുണ്ട്. അതുപോലത്തെ 2 ഊഫറുകളാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സെയിം മോഡലിൽ തന്നെ 5000 സംതിങ് രൂപയുടെ ഊഫറുണ്ട്. അതുപോലെ തന്നെ 3000 സംതിങ്ങിൻ്റെ ഊഫറുണ്ട്. 2 കണ്ടാൽ ഒരേപോലെ തന്നെ ഇരിക്കും. വലിയ മാറ്റമൊന്നും തോന്നില്ല. പക്ഷേ സാധനത്തിൻ്റെ പെർഫോമൻസ് ലെവലിൽ രണ്ടും നല്ല മാറ്റമുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിപ്പോൾ ട്രാക്ക് കേട്ടത്. അപ്പോൾ ഈ ബുക്ക് ഷെൽഫ് ഈ പിയർലെസ്സിൻ്റെ നോക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനിത് സെയിൽ ചെയ്യും. ചിലപ്പോഴേ സെയിൽ ചെയ്യുള്ളൂ, ചിലപ്പോൾ സെയിൽ ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു മുതലായിട്ട് ഇരുന്നോട്ടെ എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതങ്ങനെ വയ്ക്കും. അപ്പോൾ ഇതുപോലെ സെറ്റുകളോ ബോക്സുകളോ എന്തെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പം നമുക്കിപ്പോൾ ഈ ഒരു മാസത്തേക്ക് വർക്കുകൾ തീരാനുള്ള ഞാൻ ധൃതി പിടിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. വർക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് നാളായിട്ട് ഓർഡർ വന്നേക്കണൊക്കെ കിടപ്പുണ്ട്. എല്ലാം തീർത്ത് ഈ ഒരു മാസത്തിനുള്ളിൽ, ഈ വരുന്ന മാസത്തിനുള്ളിൽ എല്ലാം കവറപ്പ് ചെയ്ത് ജൂൺ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഫ്രീ ആവണം. അതുപോലെയാണ് ഞാൻ പരിപാടികൾ ചെയ്യണത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് വിളിച്ചാൽ മതി. വിളിക്കേണ്ടവർ വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. വാട്സാപ്പായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ റിപ്ലൈ തന്നോളാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. വീഡിയോയിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവരും നിങ്ങളുടെ കമൻറ്റുകൾ എന്തായിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾ എഴുതിക്കോ. നമ്മളിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പ്രതികരിക്കത്തില്ല, പോസിറ്റീവ് ആണെങ്കിലും പ്രതികരിക്കത്തില്ല. നമ്മളെല്ലാവർക്കും ലൈക്ക് കൊടുക്കും, എല്ലാവർക്കും സ്മൈലി റിപ്ലൈ കൊടുക്കും. പതിവായി ചെയ്യണ പോലെ തന്നെയുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ അറിയില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നിങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് എനിക്കും ഗുണമാവും. അപ്പോൾ അതുകൊണ്ട് ദയവേത് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്,
അടുത്ത വീഡിയോ കാണുന്നവരെ ഒരിക്കൽ കൂടി ടാറ്റാ ബൈ ബൈ.